ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു പായസം വെക്കാം. അതായത് പീനട്ട് പായസം അല്ലെങ്കിൽ കപ്പലണ്ടി പായസം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം, ഇത് എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് റോസ്റ്റഡ് പീനട്ട് അല്ലെങ്കിൽ കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് ടൈപ്പ് കപ്പലണ്ടി ഇല്ല എങ്കിൽ സാധാരണ നിലക്കടലയല്ലേ, അത് പാൻ ചൂടായിട്ട് അതിലെടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ആ തോലെല്ലാം എടുത്ത് കളയുമ്പോൾ ഈ ഫോമിൽ നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഞാൻ എടുത്തേക്കുന്നത് 1/4 കപ്പ് റോസ്റ്റഡ് ചനാദാലാണ്, അതായത് പൊട്ടുകടല. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഈ പൊട്ടുകടല നല്ല ഫൈൻ പൗഡറായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും. അത് കഴിഞ്ഞ ശേഷം ഈ പീനട്ട് ഉണ്ടല്ലോ, റോസ്റ്റഡ് പീനട്ട് മിക്സിയിൽ ഫൈൻ പൗഡറായിട്ട് എടുക്കേണ്ട, നമുക്ക് ഒരു ക്രഷ് ചെയ്ത് ഞാൻ കാണിക്കാം. അത് അതിൻ്റെ ആ സ്റ്റേജ് ഏതാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ പീനട്ട് പിന്നെ അല്ലെങ്കിൽ കപ്പലണ്ടി ഇത് കണ്ടില്ലേ, ഇടയ്ക്ക് ഇതേപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ഇത് ചനാദാലാണ്, റോസ്റ്റഡ് ചനാദാലാണ്, പൊട്ടുകടല. അത് ശരിക്കും നല്ല പൗഡർ ഫോമിലാക്കിയിട്ടുണ്ട്. അതാണ് ആദ്യം ചെയ്ത സ്റ്റെപ്പ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. അത് നമുക്ക് ശർക്കര പാനിയാക്കുന്നതാണ്. ഈ പായസത്തിന് ആവശ്യമായ ശർക്കര ഞാനിവിടെ 2.5 കപ്സ്, അതായത് 250 ml എടുത്തേക്കുന്നത്. പിന്നെ അത് 2.5 ആകണമെന്നില്ല, 2.25, 2 തൊട്ട് 2.25, 2.5, അത് എങ്ങനെ വേണേലും എടുക്കുക. മധുരം കൂടിയുള്ളവർ അങ്ങനെ. അത് പാനിയാക്കാൻ വേണ്ടി ഞാനൊരു 1/2 കപ്പ് വാട്ടറാണ് എടുത്തിട്ടുണ്ട്. ഇനിയും ഈ ശർക്കര പൗഡറല്ല, മറ്റേ പീസായിട്ടുള്ള ശർക്കര ആണെങ്കിൽ ഒരു 500 grams വേണ്ടി വരും. നമുക്കിതൊന്ന് പാനിയാക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നു. ഇത് പാനിയാക്കി എടുക്കുക. ശർക്കര നല്ലതായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് തണുക്കുന്നിടം വരത്തേക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഒക്കെ നമുക്കൊന്ന് നെയ്ക്കകത്തെടുത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റാം. ഒരു 1 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചിട്ടുണ്ട്. ടോട്ടൽ ഈ പായസത്തിന് വേണ്ടി ഏകദേശം ഒരു 4-4.5 ടേബിൾ സ്പൂണ് ഓഫ് ഗീ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 1/4 കപ്പിന് താഴെ എടുക്കുക. ഞാൻ ഈ കിസ്മിസ് ആയിട്ടുണ്ട്, അത് ഞാൻ വേറെ മാറ്റുകയാണ്. അതേ ഗീക്കകത്ത് തന്നെ സെയിം അളവ് കാഷ്യൂ നട്ട്സിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ആക്കി എടുക്കുക. തേങ്ങാക്കൊത്ത് ഈ പരുവത്തിൽ എടുക്കുക. ഇനി നെക്സ്റ്റ് ആ പാനി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ടേബിൾ സ്പൂണൂടെ ഗീ ചേർത്തു. അതിലേക്ക് ഈ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ളതായ
ചന റോസ്റ്റഡ് ചനാദാലും പിന്നെ പീനട്ട് ഇത് ക്രഷ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഒന്ന് വളരെ ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്ത് എടുക്കുക. ഇത് നന്നായിട്ട് ആ ഒരു ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഈ നെയ്ക്കകത്ത് ഒന്ന് റോസ്റ്റ് ഒരു 3 to 4 മിനിറ്റ്സിൻ്റെ കാര്യമേ ഉള്ളൂ. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വീണ്ടും ഇതുപോലെ വീണ്ടും നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ കൈ എടുക്കാൻ പാടില്ല. ഒരുപോലെ എന്താ പറയുന്നത് ഇത് ചെയ്തെടുക്കുക ഒരു 4 മിനിറ്റ്സ്. ഇതിലേക്ക് നമുക്ക് ഈ ഉരുക്കി വെച്ച ശർക്കര ഒഴിക്കാം. ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂണൂടെ ഗീ ചേർക്കുക. എന്നിട്ട് ഈ നെയ്ക്കകത്ത് കിടന്ന് ഇത് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഞാൻ ആ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ഇട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ കയ്യിലുള്ളതായ ബാക്കി ഗീയുടെ ഇതിനകത്ത് ചേർക്കുക. എന്നിട്ട് അത് വീണ്ടും ഒരു 3-4 മിനിറ്റ്സ് ഈ നെയ്യിനകത്ത് ഇത് വഴറ്റുക. ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ഒരു തേങ്ങയുടെ പാലാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 തേങ്ങ തിരുമിയിട്ട് അതിൽ നിന്ന് പിന്നെ നമുക്ക് ഏകദേശം ഒരു 1-1.5 കപ്പ് പിന്നെ ഒന്നാം പാലും ഒരു 4.5 കപ്സ് രണ്ടാം പാലും എടുക്കുക. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഇതിനകത്തേക്ക് 4.5 കപ്പ് രണ്ടാം പാലാണ് ചേർക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇത്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇത് എന്താ ശർക്കര ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇത് സെയിം പ്രൊസീജിയർ ആദ്യം ചെയ്ത പോലെ ഗീക്കകത്ത് പൊട്ടുകടലയും പീനട്ട് ക്രഷ് ചെയ്തതും കൂടെ റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ പശുവിൻ പാലൊഴിച്ച് വേവിക്കുക. എന്നിട്ട് ഷുഗർ ആ സെയിം അളവിൽ, അതായത് 1.5 അത്ര ഷുഗറിൻ്റെ ആവശ്യത്തിന് ഷുഗർ ചേർക്കുക, അല്ലെങ്കിൽ ഷുഗർ പ്ലസ് കണ്ടൻസ് മിൽക്ക് ചേർക്കുക. അപ്പോൾ അത് അങ്ങനെ നമ്മൾക്കത് ചെയ്യാം. അതല്ല എങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ ഞാൻ ആദ്യത്തെ പാലില്ലേ, ഫസ്റ്റ് മിൽക്ക്, അതിൽ കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് സ്പൈസസ് നമുക്ക് ചേർക്കാം. ഇത് ഒരു 1 ടീസ്പൂണ് കാർഡമം പൗഡർ, 1/4 ടീസ്പൂണും അല്പം കൂടെ ഉണ്ട് ചുക്ക് പൊടി, ജിഞ്ചർ പൗഡർ, 1/4 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, ജീരകപ്പൊടി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, ലംസ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ആ പായസത്തിനകത്ത് കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഈ സ്പൈസസ് മിക്സ് ചെയ്ത പാല് ഒഴിക്കുക. അപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്യുക ഈ പായസവുമായിട്ട്. ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ഒഴിക്കുക. അത് നന്നായിട്ട് ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്യുക.
നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതായ കാഷ്യൂ നട്ട്സ്, കിസ്മിസ്, തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, 1 പാൽ ഒഴിച്ച ശേഷം അത് തിളപ്പിക്കാനായിട്ട് പാടില്ല, അത് ജോയിൻ ചെയ്തിങ് എടുത്ത് വെച്ചാൽ മതി. ഇനിയും ഇത് വേറൊരു കാര്യം, ഇത് തിക്കായിട്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ആകുവാണെങ്കിൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ ചൂട് പാൽ ഒഴിച്ചാലും മതി. ഇനി ചെയ്യേണ്ടത് ലാസ്റ്റിൽ അല്പം സോൾട്ട്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം സോൾട്ട് ഞാൻ ആഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ പീനട്ട് പായസം അല്ലെങ്കിൽ കപ്പലണ്ടി പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇത് ചെയ്യുക. ഇവിടെ നമ്മുടെ പീനട്ട് പായസം അല്ലെങ്കിൽ കപ്പലണ്ടി പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, ഹെൽത്ത് വൈസും ഇത് ഒത്തിരി ഗുഡാണ്. പിന്നെ ഇതിനെപ്പറ്റിയുള്ളതായ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിനെപ്പറ്റിയുള്ളതായ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. എന്നെ വേണ്ട രീതിയിൽ എൻകറേജ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് താമസിക്കാതെ നിങ്ങളുടെ അടുക്കൽ എത്തുന്നതായിരിക്കും. അതുവരെ ബൈ.